Morning. Good morning. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? Okay, Alvin. Clear അല്ലേ? തസ്ലീമ. എത്ര പേരായി? 38 പേരായിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ടുണ്ട്. ചിലര് ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, ഇന്ന് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് ഒക്കെ എല്ലാവരും കണ്ടായിരുന്നോ? നിഷ മാമിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടോ എല്ലാവരും? നമ്മുടെ ലൈവിൽ കയറിയിരിക്കുന്നവരൊക്കെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കണ്ടവരാണോ? ഓക്കെ, അതെ അല്ലേ? ഇനി കാണാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ സമയം കിട്ടുമ്പോൾ അതൊന്ന് എടുത്ത് കാണുക കേട്ടോ. ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട കുറെ കാര്യങ്ങൾ നിങ്ങളോട് പറയുന്നുണ്ട്. അത് സമയം പോലെ നിങ്ങൾ ഇരുന്ന് കാണുക. ഓക്കെ, ഇനി എന്റെ പേര് ലിഫിയ എന്നാണ് കേട്ടോ. ആർക്കെങ്കിലും എന്നെ പരിചയം ഉണ്ടോ? കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും ഒക്കെ വെച്ചിട്ട്? ഉണ്ടോ? ആരെങ്കിലും കണ്ടവരുണ്ടോ? അഞ്ജലി അഞ്ജലി എസ് നട്ടിട്ടുണ്ടല്ലോ. ആരില്ല. അഞ്ജലി എവിടെ വെച്ചാ എന്നെ കണ്ടേക്കുന്നേ? ഞാനേ ഇവിടെ നമ്മുടെ ഇവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് കേട്ടോ. അതായത് നിങ്ങൾക്ക് നമ്മള് കുറച്ച് കുട്ടികളെ ഇപ്പോൾ ലൈവ് ക്ലാസ്സിൽ കയറുന്നുള്ളൂ. ബാക്കി ഒരുപാട് കുട്ടികളെ നമ്മൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരാണ്. അപ്പൊ നമ്മള് എന്താ പറയാ, നിങ്ങൾ ഇടയ്ക്ക് കയറി സംസാരിക്കുമ്പോൾ അവർക്കൊരു ഡിസ്റ്റർബൻസ് ആവുമല്ലോ. അതുകൊണ്ട് ഇവിടെ ഞാനിവിടെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുവാണ് നിങ്ങളെ. അപ്പൊ നിങ്ങൾക്ക് എന്താ എനിക്ക് എന്നോട് സംസാരിക്കാനായിട്ട് നിങ്ങളിവിടെ മെസ്സേജ് ചെയ്താൽ മതി. ഞാൻ മെസ്സേജുകൾ നോക്കണ്ട്. അപ്പൊ ക്ലാസ് എടുക്കുമ്പോഴാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡൗട്ടോ കാര്യങ്ങളോ പറഞ്ഞത് ക്ലിയർ അല്ലായിരിക്കോ അല്ലെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യണമെങ്കിലൊക്കെ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിടാം കേട്ടോ. അപ്പൊ ഞാനത് അതിന് റിപ്ലൈ തരാം. ഓക്കെ, എന്നെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ കുട്ടി എവിടെ വെച്ചിട്ട് കണ്ടേക്കുന്നേ? നിങ്ങൾക്കറിയാലോ, ഇത് നമ്മൾ പറവൂരാണ്. പാലിയം അമ്പലം സ്കൂളിന്റെ ഒക്കെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ ഓഫീസ്. എന്റെ വീട് ഇവിടെ അടുത്ത് തന്നെ. ഇവിടുന്ന് 1 കിലോമീറ്റർ ഉള്ളൂ. ചെറിയ പല്ലന്തുരുത്ത് എന്ന് പറയും. പറവൂര് ചെറിയ പറവൂരിന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പറവൂര് ചെറിയ പല്ലന്തുരുത്താണ് വീട്. സ്വന്തം വീട് മൂവാറ്റുപുഴയാണ്. ആരെങ്കിലും ഉണ്ടോ മൂവാറ്റുപുഴയെന്നൊക്കെ? മൂവാറ്റുപുഴ എത്ര പോകണ്ട കേട്ടോ, കുറച്ച് മുന്നാണ്. മൂവാറ്റുപുഴയ്ക്ക് എത്ര പോകണ്ട. ആരെങ്കിലും ഒക്കെ കയറിയിട്ടുണ്ടോ? നിങ്ങളൊക്കെ ഒരുപാട് വേഗം ഒക്കെ ജോയിൻ ചെയ്തിട്ടുണ്ടാകാം. ഇവിടെ നിങ്ങളുടെ പേരുകളൊക്കെ ഞാനിവിടെ കാണുന്നുണ്ട്. നമുക്ക് എന്താ പറയാ, ഇപ്പൊ ഇങ്ങനെ നോക്കുമ്പോ എനിക്ക് പരിചയം ഉണ്ടോ, എനിക്ക് അറിയുന്ന കുട്ടികൾ ഉണ്ടോന്നൊന്നും എനിക്ക് അറിയാൻ പറ്റില്ല. അഞ്ജലി ഇവിടെ മെസ്സേജ് ചെയ്യണ്ടായിരുന്നു, അറിയൂന്ന് പറഞ്ഞിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും വഴിയെ പരിചയപ്പെടാം. ഇപ്പൊ എല്ലാവരോടും ഇപ്പൊ 67, 68 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ പേര് വീടും ഇതൊക്കെ ചോദിച്ചിട്ട് എന്താ പറയാ, നമുക്ക് ഒരുമിച്ച് നിങ്ങളെ പരിചയപ്പെടാൻ പറ്റൂല്ലോ. അതുകൊണ്ട് വഴിയെ നമുക്ക് ഓരോരുത്തരേക്കായിട്ട് പരിചയപ്പെടാം. ഓക്കെ, നമ്മുടെ ഇവിടെ പറവൂരിന്ന് ജോയിൻ ചെയ്തേക്കുന്ന കുട്ടികളുണ്ടോ? ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ പറവൂരിന്ന് കയറിയേക്കുന്നവര്? ഇല്ല, ഉണ്ട്. മിന്നു ഇവിടെ തമ്പിട്ടിട്ടുണ്ട് കേട്ടോ. മിന്നു പറവൂരിന്നാണ് കയറിയത്. അറിയോ നമ്മുടെ ഓഫീസൊക്കെ അറിയോ നിങ്ങള്? മിന്നുതേ അറിയൂന്നൊക്കെ ഇട്ടുണ്ട്. അപ്പൊ ഇടയ്ക്കൊക്കെ ഇതിൽ കൂടെ വരുമ്പോ ഒന്ന് കയറാം കേട്ടോ. ജസ്റ്റ് ഞങ്ങളിവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പരിചയപ്പെടാം. ഓക്കെ, പിന്നെ നിഷ മാമിന്റെ ക്ലാസ്സിൽ പറഞ്ഞാണ് നമ്മുടെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എംസിയുടെ ചാപ്റ്റർ നമുക്ക് 4 മൊഡ്യൂളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ടെക്സ്റ്റ് ഒക്കെ കിട്ടിയോ നിങ്ങൾക്ക്? ടെക്സ്റ്റ് ഒക്കെ നിങ്ങൾക്ക് കുറച്ച് പേർക്കൊക്കെ കിട്ടിയിട്ടുണ്ടാവും, ഇനി കുറച്ച് പേർക്ക് കിട്ടാനുണ്ടാവും. ടെക്സ്റ്റ് ഇല്ല, ഉടനെ തന്നെ കിട്ടും കേട്ടോ. ടെക്സ്റ്റ് ഉള്ളവര് ടെക്സ്റ്റ് എടുത്ത് വെച്ചോ. അതായത് നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്തിടുന്നുണ്ട് സ്ക്രീൻ കേട്ടോ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ ആ സ്ക്രീൻ നോക്കിയാൽ മതി. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്യാൻ പറയും. അത് നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അണ്ടർലൈൻ ചെയ്തിടുക കേട്ടോ. അതിൽ നിന്നൊക്കെ ഒത്തിരി ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ഇയേഴ്സിലും ഒക്കെ ചോദിച്ചിട്ടുള്ളതൊക്കെയാണ് നമ്മൾ അണ്ടർലൈൻ ചെയ്തിടാൻ പറയുന്നത്. അപ്പൊ അത് മാത്രം പഠിക്കാനല്ല, അതും കൂടി അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോക്കി പഠിക്കുക. ഇമ്പോർട്ടന്റ് ആയിട്ട് അണ്ടർലൈൻ ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അപ്പൊ അത് ടെക്സ്റ്റ് ഉള്ള ഒരു ടെക്സ്റ്റ് എടുത്ത് വെച്ചോ.
ബാക്കിയുള്ളവർക്ക് ഇപ്പൊ അടുത്ത ദിവസങ്ങളിലൊക്കെ ആയിട്ട് തന്നെ ടെക്സ്റ്റ് കിട്ടും. നമുക്ക് ചാപ്റ്റേഴ്സിനെ 4 മൊഡ്യൂളായിട്ടാണ് തിരിച്ചേക്കുന്നത്. ഫസ്റ്റ് മൊഡ്യൂളില് 13 ചാപ്റ്റർ ഉണ്ട്, സെക്കൻഡ് മൊഡ്യൂളില് 15 ചാപ്റ്റർ, ദെൻ തേർഡ് മൊഡ്യൂളില് വീണ്ടും 13 ചാപ്റ്റർ, ഫോർത്ത് മൊഡ്യൂളില് 11 ചാപ്റ്റർ. അങ്ങനെ ആകെ 52 ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതില് നമ്മള് ഇപ്പോ എന്താ പറയാ, ഇപ്പോ ഞാൻ മാത്രമല്ല നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന 4 ടീച്ചേഴ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ ഇംഗ്ലീഷിന് ക്ലാസ് ഉണ്ട്. അപ്പോ നിങ്ങൾക്ക് ടൈം ടേബിൾ ഒക്കെ കിട്ടിയോ? ടൈം ടേബിൾ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയായിരുന്നോ? അപ്പൊ എന്താ പറയാ, എപ്പോഴും ഒരാളെ തന്നെ കണ്ടോണ്ടിരിക്കുമ്പോ നിങ്ങൾക്ക് ബോറടിക്കില്ലേ? കിട്ടിയെന്ന് പറയുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്താണ് എടുക്കണേ കേട്ടോ. അപ്പൊ ഫസ്റ്റ് മൊഡ്യൂളാണ് നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ആണോ? എന്തെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ ഇനിയിപ്പോ ഒരു കാര്യം കൂടി പറയട്ടെ, ചിലപ്പോ കുറച്ച് നാള് ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് ക്ലാസ്സിൽ കയറുന്നവരുണ്ടാവും, അമ്മമാരുണ്ടാവും. അങ്ങനെയുള്ളവര് എന്താ പറയാ, വിഷമിക്കൊന്നും വേണ്ട. നമുക്ക് ആദ്യത്തെ 1 2 ക്ലാസ്സോ കുറെ നാളെ എഴുതാതെ പഠിക്കാതെ ഇരുന്നിട്ട് ചിലപ്പോ ഒരു ബുദ്ധിമുട്ടുണ്ടാവാം ചിലപ്പോൾ. അങ്ങനെയാണെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട. നമ്മൾ 1 2 ദിവസം ക്ലാസ്സിൽ കയറി കഴിയുമ്പോഴേ ഓക്കെ ആയിക്കോളും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഫസ്റ്റ് ക്ലാസ്സിൽ തന്നെ ഞാൻ പറയാണ്, പഠന കാര്യത്തില് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തായാലും ഒരു കോഴ്സ് ചെയ്യാന്ന് തീരുമാനിച്ചു അല്ലെ. നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കും നമുക്ക് അതിൻ്റെതായ ഒരു ഇത് കിട്ടണ്ടേ നമുക്ക്. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ക്ലാസ് വഴി ഞാൻ പറയാണ്, അന്നത്തെ എടുക്കുന്ന പോർഷൻസ് കറക്റ്റ് ആയിട്ട് ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചു വെക്കാം. നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോ അങ്ങനെയല്ലേ, ടീച്ചേഴ്സ് പറയാറില്ലേ, അന്നന്ന് എടുക്കുന്നത് അന്ന് തന്നെ വായിച്ചു വെക്കണം. നാളേക്ക് വരുമ്പോ നമ്മൾ കുറച്ച് മറന്നു, പിറ്റേ ദിവസം ആകുമ്പോ കുറച്ചും കൂടി മറന്നു, പിന്നെ ആ ഒരാഴ്ചയെ എടുത്തില്ലെങ്കിൽ നമ്മള് എന്താ പറയാ, നമുക്ക് ക്ലാസ്സിൽ കേൾക്കുമ്പോ നിങ്ങൾ അത് പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം ഒരു പ്രാവശ്യം വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല കൂളായിട്ട് എക്സാം അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യനും 4 ഓപ്ഷനും ഉണ്ടാവും. അതിൽ നിന്ന് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓപ്ഷൻ അവിടെ ഉണ്ട്, ആൻസർ നമുക്ക് ഉണ്ട്. അതിൽ നിന്ന് കറക്റ്റ് ഏതാന്നുള്ളത് നിങ്ങളൊന്ന് ചൂസ് ചെയ്താൽ മതി അല്ലെ. എളുപ്പല്ലേ? അല്ലെ, ആൻസർ അവിടെ ഉണ്ടല്ലോ. നമ്മൾ അതിൽ നിന്ന് നമ്മുടെ കറക്റ്റ് ആൻസർ ചൂസ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അന്നന്ന് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ, ആ ഒരു കാര്യത്തില് ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറയാണ്, നമ്മൾ അന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് തന്നെ ഒരു പ്രാവശ്യം വായിച്ചു വെക്കണം. അപ്പൊ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതെല്ലാം ഇപ്പൊ ഒരു എന്താ പറയാ, ഇനി ഇപ്പൊ അടുത്ത മാം ഇത് കഴിയുമ്പോൾ ജോയിൻ ചെയ്യും. അപ്പൊ നമ്മളിങ്ങനെ കൂട്ടി കൂട്ടി ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലാസ്റ്റ് വരുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പൊ എക്സാമിന്റെ സമയമാകുമ്പോൾ ഒരുമിച്ച് എടുത്തു കഴിഞ്ഞാൽ ഇത്രയും ചാപ്റ്റേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് ഒരു എന്താ പറയാ, ടെൻഷൻ ആവും. അതിൽ തന്നെ ഫസ്റ്റ് എക്സാമിന് എല്ലാവരും പറയും ടെൻഷൻ ആവും. ഒരു പേടിയും വേണ്ട, നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യാം. പിള്ളേരൊക്കെ ഉള്ളവരൊക്കെ സ്കൂളിലൊക്കെ പോയില്ലേ, ഫ്രീ ആയില്ലേ നിങ്ങള്? നിങ്ങളുടെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റ് മതിയല്ലോ, 10-15 മിനിറ്റ് മതി നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ഓടിച്ചു പോകാൻ. അത് കൃത്യമായിട്ടും ചെയ്യണം കേട്ടോ എല്ലാവരും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യം കൃത്യമായിട്ട് വായിച്ച് തന്നെ വെക്കണം. നിങ്ങൾക്ക് എക്സാമിന് എളുപ്പമാവാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. അപ്പൊ പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് കൂളായിട്ട് എക്സാം എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? അപ്പൊ ഞാനിതേ ഫസ്റ്റ് ചാപ്റ്റർ ഞാനിവിടെ ഷെയർ ചെയ്തിട്ട്, ഞാനപ്പോ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അടുത്ത മിസ് വന്നിട്ട് വേറെ ചാപ്റ്റർ ആയിരിക്കും തുടങ്ങുക, അത് കുഴപ്പമില്ല. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനിയിപ്പോ ബാലൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കണ്ടിന്യൂ ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. അപ്പൊ 4 ടീച്ചേഴ്സ് ഉണ്ട്, മൊത്തം അധികം ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങളുടെ ബാച്ചിലേക്ക് 4 ടീച്ചേഴ്സ് ഓളം കയറുന്നുണ്ട്. അപ്പൊ എന്താ, അവര് ഈ ചാപ്റ്റേഴ്സ് ഓരോ ടീച്ചർമാരും ഡിവൈഡ് ചെയ്ത് എടുക്കുക ചെയ്യുന്നത്. എല്ലാവരും ഫസ്റ്റ് മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സ് ആണ് എടുക്കുന്നത്. ഞാൻ ഫസ്റ്റ് ചാപ്റ്റർ കൊടുക്കുന്നത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആണ്, സിമ്പിൾ ചാപ്റ്റർ ആണ്. ഇൻട്രൊഡക്ഷൻ എന്താ നോക്കി, ഇൻട്രൊഡക്ഷനില് നമ്മൾ ഹോസ്പിറ്റല്, നമുക്കറിയാം അല്ലെ, ഹോസ്പിറ്റലിൽ പോവാത്തവരാരെങ്കിലും ഉണ്ടോ? ഇതൊന്ന് ചോദിക്കട്ടെ. ഞാനൊരു ബാച്ചിലേക്ക് കയറിയപ്പോ ചോദിച്ചപ്പോ അതിനകത്തൊരു മെസ്സേജ് കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടില്ലാന്ന്. ഇന്ന് വരെയും ഹോസ്പിറ്റലിൽ പോകാത്തവരുണ്ടോ ആരെങ്കിലും? ഇപ്പൊ നമുക്ക് അസുഖമല്ലോ അല്ലെ, എല്ലാവരും പോയിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ട് അല്ലെ. എന്താ ഹോസ്പിറ്റലിൽ എന്തിനാ നമ്മൾ പോണത് ഹോസ്പിറ്റലില്? നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ അല്ലെ അസുഖമായിട്ട് വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സോ നമ്മുടെ ആരെങ്കിലും കൊണ്ടൊക്കെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അല്ലെ, ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ അമ്മയ്ക്ക് അച്ഛനും ആരെങ്കിലും വയ്യാതെയാണെങ്കിൽ നമ്മൾ കൊണ്ടുപോകും അല്ലെ. അങ്ങനെ അല്ലെങ്കിൽ നമ്മുടെ റിലേറ്റീവ്സ് ആരെങ്കിലും ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെങ്കിൽ നമ്മൾ കാണാൻ പോകും അല്ലെ. ഇനിയിപ്പോ എന്തായാലും നമ്മൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ പഠിക്കാനുണ്ട്. 5ാമത്തെ ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ആണ്. പിന്നെ അതിനകത്ത് ഓരോ ഡിപ്പാർട്ട്മെന്റ്
ഡിപ്പാർട്ട്മെന്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കാനും ഉണ്ട്. ഇനി നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടോ, അങ്ങനെ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്തേക്കുന്നത്, ഒന്നുകൂടിയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ. ഇനി മുതൽ ഇത്രയും നാള് നമ്മൾ ജസ്റ്റ് പോയി വന്നവരെയല്ല, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണെങ്കിലും പഠിക്കുമ്പോഴും നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ അവിടെ അങ്ങനെയൊക്കെ ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ചാപ്റ്ററിലേക്ക് കടന്നാലോ? എല്ലാവരും ഒരു മിനിറ്റ് ഒന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. ഒന്ന് പ്രാർത്ഥിച്ചു, നമ്മുടെ ഫസ്റ്റ് ക്ലാസ് അല്ലേ, പ്രാർത്ഥിച്ച് നമുക്കിരിക്കാം. എല്ലാവരും നല്ല ഈസി ആയിട്ട് ഇത് കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നല്ലൊരു റിസൾട്ടോട് കൂടി പാസ്സാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, എന്തെങ്കിലും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പൊ തന്നെ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എത്ര പ്രാവശ്യം പറയുന്നതിലും എനിക്ക് കുഴപ്പമില്ല, പക്ഷെ പഠിക്കുന്ന കാര്യങ്ങൾ ക്ലിയർ ആക്കി തന്നെ മനസ്സിലാക്കി വെക്കണം. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എന്തായാലും ഒരു കോഴ്സ് ചെയ്യാം അല്ലെ, 6 മാസത്തോളം നമ്മൾ ഇതിനു വേണ്ടി നമ്മുടെ ഈ ഒരു കോഴ്സ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറെടുത്തിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ഇമ്പോർട്ടൻസ് തന്നെ കൊടുക്കണം. എല്ലാവരും തീരെ കുട്ടികളൊന്നും ഇല്ലല്ലോ അല്ലേ, അപ്പൊ നമുക്കറിയാം, പിള്ളേരാണെങ്കിൽ നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാലോ നമ്മുടെ ഒരു ആവശ്യമാണ്, നമുക്കൊരു ജോലി, ഇന്നത്തെ കാലത്ത് എല്ലാവരും ഒരു ജോലി കിട്ടാന്ന് പറഞ്ഞ വലിയൊരു കാര്യമില്ലേ നമുക്ക് അല്ലേ. അമ്മമാരൊക്കെ വീട്ടിലിരിക്കുന്നവര് വെറുതെ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ നമുക്കൊരു ജോലി എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഇപ്പൊ ഒരാളുടെ ഹസ്ബൻഡിന്റെ ഒരു വരുമാനം കൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്തൊരു കാലമല്ലേ. എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര ഇതാണ്. നമ്മൾ സ്വന്തമായിട്ട് ഈ കോഴ്സൊക്കെ കഴിഞ്ഞ് ഒരു ജോലിയൊക്കെ കിട്ടി നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമുക്ക് ഹസ്ബൻഡിന്റെ ഒരു 10 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാന്ന് പറഞ്ഞ വലിയൊരു കാര്യം തന്നെയല്ലേ. നമ്മുടെ ആവശ്യങ്ങൾക്കാണെങ്കിൽ എപ്പോഴും നമുക്ക് ഹസ്ബൻഡിനോട് ചോദിക്കണ്ട അല്ലെ. നമ്മുടെ കയ്യിൽ ഒരു ചെറിയ വരുമാനം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ പോയോ പൈസ ഉണ്ടേ അവിടെ പോണേ ഇത് മേടിക്കണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവരോട് പറയും. നമുക്കത് ഇന്നത്തെ കാലത്ത് എന്തായാലും നമുക്ക് ജോലി എന്ന് പറഞ്ഞ വലിയൊരു കാര്യമാണ്. ഇത് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു ജോലിയിലേക്ക് കയറാനും സ്വന്തം കാലിൽ നിൽക്കാനും ഉള്ള ഒരു ഇതും കൂടി വരട്ടെ എന്ന് നമുക്ക് ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, ക്ലാസ് തുടങ്ങുകയാണ് കേട്ടോ. ഇൻട്രൊഡക്ഷൻ ആണ്. ഇനി ഇത് ക്ലാസ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ഓരോന്ന് കഴിയുമ്പോൾ ഓക്കെ അല്ലേ ക്ലിയർ അല്ലേ എന്ന് ചോദിച്ചിട്ടാണ് അടുത്ത സെക്ഷനിലേക്ക് പോവുള്ളൂ. ഇനി ആരും എന്താ പറയാ മനസ്സിലാവാത്തവർ എന്തായാലും റിപ്ലൈ എന്താ മെസ്സേജ് ചെയ്യാതിരിക്കരുത് കേട്ടോ. മിസ്സി ഒന്നുകൂടി പറയണമെന്ന് തന്നെ പറഞ്ഞ് നമ്മുടെ ആവശ്യമാണ്. അല്ലെങ്കിൽ അയ്യോ ചോദിച്ച് എന്ത് തോന്നും അങ്ങനെയൊന്നും വിചാരിക്കണ്ട. നമ്മൾ എന്തായാലും പഠിക്കുന്ന കാര്യങ്ങള് കൃത്യമായിട്ട് തന്നെ പഠിച്ചു വെക്കണം. ചിലർക്ക് ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവും, 2ഓ 3ഓ പ്രാവശ്യം നമ്മളത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്. എങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് തീർച്ചയായിട്ടും ചെയ്യണം. ഓക്കെ, പിന്നെ ഞാൻ ചോദിക്കും ഓക്കെ അല്ലേന്ന് ചോദിക്കുമ്പോൾ ഒരു തമ്പൊക്കെ തന്നോട്ടെ എനിക്ക്. അപ്പൊ ഞാൻ നിങ്ങളെ ആരെയും ഇവിടെ കാണുന്നില്ല, കുറച്ച് പേരുകൾ മാത്രമാണ് സ്ക്രീനിൽ കാണുന്നുള്ളൂ. ഡയറക്റ്റ് ക്ലാസ് ആണെങ്കിൽ നിങ്ങളുടെ ഫേസും കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ മനസ്സിലാക്കിയോ. ഇവിടെ നിങ്ങളെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നേ, നിങ്ങളുടെ ഒരു തമ്പ് കാണുമ്പോൾ അല്ലെ, അല്ലെങ്കിൽ ഓക്കെ എന്നൊരു മെസ്സേജ് കാണുമ്പോഴാണ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളൊന്ന് റിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിനകത്ത് ഹോസ്പിറ്റൽ എന്താണ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന് കൊടുത്ത പല ഡെഫിനിഷൻസ്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷൻ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത്. ചെറിയൊരു ചാപ്റ്റർ ആണ്, ഒരു പേജ് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ഉള്ളവരും ടെക്സ്റ്റ് എടുത്ത് വെക്കുക, ഒരു പേനയോ പെൻസിലോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതുക. നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്തിടാനുള്ളത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് നോക്കാം നമുക്ക്. ദ ഇംഗ്ലീഷ് വേർഡ്സ് ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, hotels and hospice are all, according to etymology, related to the Latin noun hospes. എന്താ പറഞ്ഞേക്കുന്നത്? ഇംഗ്ലീഷ് വേർഡ്സ് ഏതൊക്കെയാ? ഹോസ്പിറ്റൽസ്, നമുക്ക് പരിചയമുള്ള ഒരു വേർഡാണ് അല്ലെ. ഹോസ്പിറ്റൽസ്, ഹോസ്റ്റൽ, ഹോസ്റ്റൽ എന്ന് കേട്ടിട്ടില്ലേ? ഹോസ്റ്റൽസ് അല്ലെ, ഹോസ്റ്റലിൽ നിന്ന് പഠിക്കണം ഒക്കെ ഉള്ളതൊക്കെ ഉണ്ടാവും അല്ലെ. അവിടെ ഹോസ്റ്റലുകള്, ഹോട്ടൽസ്, ഹോട്ടലിൽ പോയിട്ടില്ലേ ഭക്ഷണം കഴിക്കാൻ? ഹോട്ടൽസ് ആൻഡ് ഹോസ്പിസ്. പിന്നെ ഒരു വേർഡാണ് ഹോസ്പിസ് എന്ന് പറയുന്നത്. ഹോസ്പിസ് എന്ന് പറയുന്നത് HOSPICE. ഹോസ്പിസ് എന്ന് പറഞ്ഞാൽ സത്രം അല്ലെങ്കിൽ അഭയ കേന്ദ്രം എന്ന് പറയും. അതായത് നമ്മുടെ വയസ്സായ ആളുകളൊക്കെ അവർക്ക് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ നമുക്ക് ട്രീറ്റ്മെന്റും അതിനോടൊപ്പം തന്നെ എന്റർടൈൻമെന്റും പ്രൊവൈഡ് ചെയ്യുന്ന സെന്റേഴ്സ് ആണ് ഈ ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ്. അപ്പൊ അവർക്ക് ജീവിതത്തിന്റെ അവസാന നാളുകളിൽ അവരെ മരുന്നുകളും കൊടുക്കും, അതുപോലെ തന്നെ എന്താണ് എന്റർടൈൻമെന്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. സത്രം അല്ലെങ്കിൽ അഭയ കേന്ദ്രം.
മീനിങ് അറിയില്ലാത്തവര് വേണമെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു കേട്ടോ. നമ്മുടെ ടെക്സ്റ്റ് അല്ലേ, നമുക്ക് മനസ്സിലാവണം. ഇനി പിന്നീട് വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവണം. അത് അറിയില്ലാത്ത മീനിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം അപ്ലിക്കേഷനിൽ. അപ്പൊ അവരുടെ ട്രീറ്റ്മെന്റും കൊടുക്കും, അതോടൊപ്പം തന്നെ അവരുടെ ജീവിത അവസാനത്തിന് വരെ നമുക്ക് അവരുടെ വൈകാരികമായിട്ടുള്ള ആത്മീയമായ ആവശ്യങ്ങൾ നിറവേറ്റുകയും അല്ലെ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന സെന്റേഴ്സ് ആണ് ഹോസ്പിസ് സെന്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേർഡ്സുകളെല്ലാം ഏതുമായിട്ട് റിലേറ്റ് ചെയ്ത അക്കോർഡിംഗ് ടു എറ്റിമോളജി. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ ഭാഷാശാസ്ത്രപരമായി, എറ്റിമോളജി ഭാഷാശാസ്ത്രപരമായി. എറ്റിമോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഒന്ന് വേണമെങ്കിൽ നോട്ട് ചെയ്തോ കേട്ടോ. ദ സ്റ്റഡി ഓഫ് ദ ഒറിജിൻ, സ്റ്റഡി ഓഫ് ദ ഒറിജിൻ ORGIN ആൻഡ് ഹിസ്റ്ററി ഓഫ് വേർഡ്സ്. ഭാഷാശാസ്ത്രപരമായി ഏതുമായി ബന്ധപ്പെട്ടതാണ്? റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞാൽ ലാറ്റിൻ നൗണുമായിട്ട് ബന്ധപ്പെട്ടതാണ്. റിലേറ്റഡ് ടു ദ ലാറ്റിൻ നൗൺ ഹോസ്പസ്. അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. അത് ഫസ്റ്റ് സെന്റൻസ് തന്നെ ക്വസ്റ്റ്യൻ ആണ്. ഹോസ്പിറ്റൽ, hostel, hotel and hospice are derived from the Latin word. ഈ വേർഡ്സ് ഒക്കെ ഉത്ഭവിച്ചത്, ഡിറൈവ് ചെയ്തത് ഒരു ലാറ്റിൻ വേർഡ് ആണ്. ഏതാണ് ആ ലാറ്റിൻ നൗൺ? ഹോസ്പസ്. ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തേക്കുന്നതാണ് ഈ വേർഡ്സുകളെല്ലാം. ഇതാണ് ആ ലാറ്റിൻ നൗൺ. ഏതാ? ഹോസ്പസ്. HOSPES. അണ്ടർലൈൻ ചെയ്തോ ആ സെന്റൻസ്? അങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കൂ കേട്ടോ. ഹോസ്പിറ്റൽ, ഹോസ്റ്റൽ, ഹോട്ടൽ, ഹോസ്പിസ് ആർ ഡിറൈവ്ഡ് ഫ്രം ദ ലാറ്റിൻ വേർഡ്, ലാറ്റിൻ നൗൺ ഡാഷ്. ഏത് ലാറ്റിൻ വേർഡിൽ നിന്നാണ്? ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തതാണ് ഈ വേർഡ്സുകളെല്ലാം. നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളതാണ് അല്ലെ. ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് ഇതെല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് ഒരു ലാറ്റിൻ വേർഡ്, ലാറ്റിൻ നൗൺ ഹോസ്പസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഹോസ്പസ്. ഏതാണ് ആ ലാറ്റിൻ വേർഡ്? ഹോസ്പസ്. HOSPES. ഹോസ്പസ്. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ കിട്ടി അല്ലെ. ഒന്നാമത്തെ സെന്റൻസ് തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ വേർഡ്സുകളെല്ലാം ഏതിൽ നിന്നാണ് ഡിറൈവ് ചെയ്തേക്കുന്നത്? ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിൽ നിന്നാണ്. ഹോസ്പസ് എന്ന് പറയുന്നത് ഏതാ? ലാറ്റിൻ വേർഡ് ആണ്. ലാറ്റിൻ നൗൺ ഹോസ്പസ്. അണ്ടർലൈൻ ചെയ്യാം. ഇനി ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണ്? അടുത്ത നോക്കിയേ. എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് എ ഗസ്റ്റ് ഓർ വിസിറ്റർ. ഗസ്റ്റ് അതിഥി അല്ലെങ്കിൽ വിസിറ്റർ സന്ദർശകൻ. അതിഥി എന്നോ അല്ലെങ്കിൽ വിസിറ്റർ അല്ലെ സന്ദർശകൻ എന്നോ അതിന്റെ മീനിങ്ങിന്റെ ഓപ്പോസിറ്റ് വേർഡ് ആണ്. അതിന്റെ മീനിങ് പറയുന്നത്. അപ്പൊ ഇതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ നമ്മള് എന്താണ്? എ വേർഡ് ഹാവിംഗ് ദ ഓപ്പോസിറ്റ് മീനിങ്, വിപരീത അർത്ഥമുള്ള ഒരു പദമാണ്. ഏതിന്? ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ. ഗസ്റ്റ് ഓർ വിസിറ്റർ അതിന് ഓപ്പോസിറ്റ് മീനിങ്, അതിന് വിപരീത അർത്ഥമുള്ള ഒരു വേർഡാണ്. അപ്പൊ എന്താണ് ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാണ്? എന്ത് പറയാ നമുക്ക് മീനിങ്? ഹോസ്റ്റ്. HOST അല്ലെ. ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് പറഞ്ഞ അതിന്റെ വിപരീത അർത്ഥമുള്ള ഒരു പദമാണ് ഹോസ്പസ് എന്ന് പറയുന്നത്. ആൻഡ് അതിന്റെ ഒപ്പം തന്നെ നോക്കിയേ, വൺ ഹു പ്രൊവൈഡിങ് ലോഡ്ജിങ് ഓർ, ഇനി വേറൊരു അർത്ഥം പറയുന്നത്. ഒരെണ്ണം പറഞ്ഞു ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്ററിന് വിപരീത അർത്ഥമുള്ള ഒരു പദമാണ് ഹോസ്പസ് എന്ന് പറയുന്നത്. അതിന്റെ ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഒരു പദമാണ്. ആൻഡ് അതോടൊപ്പം തന്നെ വേറൊരു മീനിങ് നോക്കിയേ, വൺ ഹു പ്രൊവൈഡിങ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ്. ഗസ്റ്റിന് ലോഡ്ജിങ്, ലോഡ്ജിങ് എന്ന് പറഞ്ഞാൽ താമസ സ്ഥലോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് അല്ലെ, അവർക്ക് വിനോദമോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ആള് ഉണ്ടോ? ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ആള് അല്ലെ, അതിഥിനെ സ്വീകരിക്കുന്ന ആള് അല്ലെ, ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ആള്. വൺ ഹു പ്രൊവൈഡിങ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ എ ഗസ്റ്റ്. ഒരു മിനിറ്റ്.
സോറി കേട്ടോ, ഒരു കുട്ടിക്ക് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ പറ്റണോ എന്ന് പറഞ്ഞേ അവിടെ നിന്ന് ടെക്നിക്കലി ആ കുട്ടി വന്നു. അതെന്താണെന്ന് നോക്കാൻ വേണ്ടിയാണ്. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്, ഈ വേർഡിന് നമ്മൾ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആ നമ്മൾ പറയുന്നത്. ഏതാ? ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നതിന് വിപരീത അർത്ഥമുള്ള ഒരു പദമാണ്. ഞാനത് പറഞ്ഞു തരാട്ടോ ഏതൊക്കെയാന്ന്. ആൻഡ് വൺ ഹു പ്രൊവൈഡിങ്, അല്ലെങ്കിൽ എന്താ, വൺ ഹു പ്രൊവൈഡിങ് ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് ഫോർ ദ ഗസ്റ്റ് ഓർ വിസിറ്റർ. വിസിറ്റർ അല്ലെങ്കിൽ ഗസ്റ്റിന് ലോഡ്ജിങ്, അവർക്ക് താമസ സ്ഥലമോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റോ പ്രൊവൈഡ് ചെയ്യുന്ന ആള്, അതും ഒരു മീനിങ് ആണ്. ഓർ എ പ്ലേസ് വെയർ ഗസ്റ്റ്സ് ആർ റിസീവ്ഡ്, ഗസ്റ്റുകളെ റിസീവ് ചെയ്യുന്ന പ്ലേസ്. അതായത് ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന് പല മീനിങ് പറയുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഹോസ്പസ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ പല ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അതായത് നൗൺ ഫോമിലാണെങ്കിൽ നമുക്ക് ഹോസ്പസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് പറയാം. പല മീനിങ് ഉണ്ട്. അതിഥി അല്ലെങ്കിൽ സന്ദർശകൻ, ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ. ഒന്ന് എഴുതി വെച്ചോട്ടോ. അത് ഹോസ്പസ് എന്ന് പറഞ്ഞതിന് 4 മീനിങ് ഞാൻ നോട്ട് ചെയ്ത് തരാം. എഴുതാൻ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ അത് നമുക്ക് നിങ്ങളുടെ ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾ ആൻസർ എഴുതണം കേട്ടോ. നമ്മുടെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻസിന്റെ ഓപ്ഷൻ നമ്മുടെ കറക്റ്റ് ആൻസർ ഏതാണെന്ന് നോക്കിയിട്ട് എഴുതാം. അപ്പൊ ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ഒന്ന് നൗൺ ഫോമിലാണെങ്കിൽ, ഒന്നില്ലെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് പറയാം. ഗസ്റ്റ് ഓർ വിസിറ്റർ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാ? ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് ഏതാ? ഗസ്റ്റിനെ സ്വീകരിക്കുന്നത് ഹോസ്റ്റ് ആണ് അല്ലെ. HOST, ഹോസ്റ്റ്. ഹോസ്റ്റ്, HOST. അതും ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് ആണ് കേട്ടോ. ഏതാണ്? ഹോസ്റ്റ്. അല്ലെങ്കിൽ സ്ട്രേഞ്ചർ, STRANGER, സ്ട്രേഞ്ചർ, അപരിചിതൻ, സ്ട്രേഞ്ചർ. ഈ 4 മീനിങ്ങും ഈ ഹോസ്പസ് എന്ന് പറഞ്ഞതിന്റെ മീനിങ് 4 വേർഡ് ഏതൊക്കെയാ ഞാൻ പറഞ്ഞത്? ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ, ഹോസ്റ്റ്, സ്ട്രേഞ്ചർ. നിങ്ങളുടെ ഓപ്ഷൻ നോക്കാം. വാട്ട് ഇസ് ദ ലാറ്റിൻ നൗൺ ഹോസ്പസ് മീൻസ്? അങ്ങനെ ചോദിക്കും. എന്നിട്ട് നമ്മുടെ ഈ 4 എണ്ണത്തിൽ ഏതെങ്കിലും നോക്കാം. നമ്മൾ ഓപ്ഷനിൽ ഏതാണ് കറക്റ്റ് അവിടെ കിടക്കുന്നത് നോക്കിയിട്ട് അതെടുത്ത് എഴുതാം. 4 മീനിങ് കിട്ടിയോ? അങ്ങനെ ഒരു മീനിങ് അല്ല. ഈ ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന് പല മീനിങ് ഉണ്ട്. ഒന്നിലെ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ് അതിന്റെ ഓപ്പോസിറ്റ് മീനിങ്? ഗസ്റ്റിന്റെ ഓപ്പോസിറ്റ് എന്താ? ഹോസ്റ്റ്, ഹോസ്റ്റ് എന്ന് പറയാം. അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്ന് പറയാം. ഓക്കെ, ഈ 4 കാര്യങ്ങളും നോട്ട് ചെയ്ത് വെക്കാം. ഇത് നമ്മുടെ ഓപ്ഷൻ നോക്കിയിട്ട് ആൻസർ ചെയ്താൽ ക്ലിയർ അല്ലേ? ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താണെന്ന്? ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നാകാം, അല്ലെങ്കിൽ ഹോസ്റ്റ് എന്ന് വരാം, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്ന് വരാം. അപ്പൊ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്ററിന് ഓപ്പോസിറ്റ് മീനിങ് ഉള്ള ഒരു പദമാണ്. അല്ലെങ്കിലോ ഈ ഗസ്റ്റിന് ലോഡ്ജിങ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് കൊടുക്കുന്ന ആളാണ്. who provide lodging or entertainment for the guest. അല്ലെങ്കിലോ a place where guests are received. ഗസ്റ്റുകളെ റിസീവ് ചെയ്യുന്ന പ്ലേസ് ആണ്. കണ്ടോ? മീനിങ് 4 മീനിങ് നോട്ട് ചെയ്യുക. ഇനി ഗസ്റ്റ് ഓർ വിസിറ്റർ അല്ലെങ്കിൽ ഹോസ്റ്റ്, സ്ട്രേഞ്ചർ. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഗസ്റ്റ് അല്ലെങ്കിൽ വിസിറ്റർ എന്നുള്ളത് അവിടെ ഉണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. പിന്നെ ഞാൻ അത് കൂടാതെ പറഞ്ഞതാണ് ഹോസ്റ്റ്. who provide lodging or entertainment for the guest. ഗസ്റ്റിന് ലോഡ്ജിങ് അല്ലെങ്കിൽ എന്റർടൈൻമെന്റ് കൊടുക്കുന്നത് അല്ലെ. ലോഡ്ജിങ് ഓർ എന്റർടൈൻമെന്റ് കൊടുക്കുന്നതാണ്. അതായത് ഹോസ്റ്റ്. ഗസ്റ്റിനെ സ്വീകരിക്കുന്ന ആള് ഹോസ്റ്റ്, ആതിഥേയൻ, അതിഥി അല്ലെങ്കിൽ ആതിഥേയൻ എന്നൊക്കെ ഇതിന്റെ മീനിങ് പറയാം. നെക്സ്റ്റ് സെന്റൻസ് നോക്കിയേ. From its gradual evolution through the 18th and 19th century, the hospitalist Eastern and Western world has come of age only newly during the past 15 years or so. The concept of today's hospital contrasting basically from the old idea of a hospital as no more than a place for the treatment of the sick. ഇച്ചിരി ലെങ്തി സെന്റൻസ് ആണ്. സെന്റൻസ് കണ്ട് പേടിക്കണ്ട, കുഞ്ഞു കാര്യം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതായത് നമ്മൾ നോക്കിയേ, ഫ്രം ദ ഗ്രാജുവൽ എവല്യൂഷൻ ത്രൂ ദ 18th and 19th century, 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ സംരംഭം. 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന സംരംഭം
കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് പുതിയൊരു കോൺസെപ്റ്റ്, പുതിയൊരു ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാണ്. അതായത് ഇപ്പൊ പണ്ടുള്ള ഒരു രീതി അല്ല ഇപ്പോ. അതായത് 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ എന്ന സംരംഭം കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഏതാ ഒരു പുതിയ ആശയത്തിലേക്ക് വന്നു ചേർന്നേക്കാണ്. അതായത് പണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ട്രീറ്റ്മെന്റ് തരുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. കണ്ടോ? എന്താണ്? From the old idea of the hospital as no more than a place for the treatment of the sick. പണ്ട് കാലത്ത് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ പേഷ്യൻസിന്, രോഗികൾക്ക് ട്രീറ്റ്മെന്റ് തരുന്ന ഒരു സ്ഥലം മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോ ആ ആശയം മാറി, ഹോസ്പിറ്റലിന്റെ ആശയം മാറി. ഇപ്പൊ 50 വർഷങ്ങളായിട്ട്, കഴിഞ്ഞ 50 വർഷങ്ങളായിട്ട് ഹോസ്പിറ്റൽ എന്നതിന് ഒരു പുതിയ ആശയം വന്നു. ഇന്നത്തെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്, അതായത് പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് നൽകുന്ന, അല്ലെ, നൽകാനുള്ള ഒരു സ്ഥലം എന്നതിനേക്കാൾ, അല്ലെ, പഴയ ആശയത്തിൽ നിന്ന് ഒരു പുതിയ ആശയത്തിലേക്ക് വന്നു ചേർന്നിരിക്കുകയാണ്. മനസ്സിലായോ എന്താ അവിടെ പറഞ്ഞേക്കുന്നത്? 18ാം നൂറ്റാണ്ടിലും 19ാം നൂറ്റാണ്ടിലും ആവിർഭവിച്ച ഹോസ്പിറ്റൽ അന്ന് എന്തായിരുന്നു? അന്ന് ട്രീറ്റ്മെന്റ് തന്നെ ഒരു സ്ഥലം മാത്രമായിരുന്നു. വേറെ ഒന്നുമില്ല. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ചെല്ലുന്നു, നമുക്ക് ട്രീറ്റ്മെന്റ് തരുന്നു, അത് മാത്രമായിരുന്നു പണ്ട്. എന്നാലോ ഇപ്പൊ ഒരു 50 വർഷങ്ങളായിട്ട് ആ ഒരു കോൺസെപ്റ്റ്, ആ ഒരു ആശയം മാറി. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് മാത്രം തരുന്ന ഒരു സ്ഥലമല്ല. ആ ഒരു ആശയത്തിൽ നിന്ന് മാറി എന്നാണ് പറയുന്നത്. ഇന്നത്തെ ഹോസ്പിറ്റൽ പേഷ്യൻസിന് ചികിത്സിക്കാനുള്ള സ്ഥലം എന്നതിനേക്കാൾ, അത് മാത്രല്ല, അതിനേക്കാൾ പഴയ ഒരു ആശയത്തിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ്. കൺട്രാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. പഴയ ആശയത്തിൽ നിന്ന് ഇപ്പോഴത്തെ ഹോസ്പിറ്റലിന്റെ ആശയം വളരെ വ്യത്യസ്തമാണ്. ക്ലിയർ ആയോ? ആ ഒരു സെന്റൻസ് എന്താ പറഞ്ഞെന്നുള്ളത്? പണ്ട് 18th and 19th സെഞ്ചുറിയിൽ ആരംഭിച്ച ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ആശയം ഇന്ന് എന്തായി? അത് പാടെ മാറി. അതിന് വേറൊരു കോൺസെപ്റ്റ്, അല്ലെ, ഒരു ആശയത്തിലേക്ക് നിലവിൽ വന്നു. അതായത് ഇന്ന് ഈ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലം മാത്രമല്ല ഹോസ്പിറ്റൽ. പിന്നെയോ, ഓക്കെ, കറന്റ്ലി the hospital are not just seen as healing center. ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഹീലിംഗ് സെന്റർ മാത്രമല്ല. ഹീലിംഗ് സെന്റർ എന്ന് പറഞ്ഞാൽ എന്താ? രോഗശാന്തി കേന്ദ്രങ്ങൾ, ഹീലിംഗ് സെന്റേഴ്സ്. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് not just seen as healing center. ഹീലിംഗ് സെന്റർ മാത്രമല്ല, എന്തുകൂടിയാണ്? but also as a place that actually promote health ലിവിങ്. എന്ത് തരും? പ്രൊമോട്ട് ചെയ്യാൻ, പ്രോത്സാഹിപ്പിക്കുക, അല്ലെ? എന്താ? ഹെൽത്ത്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ. മനസ്സിലായോ? അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് സെന്റർ മാത്രമല്ല, രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമല്ല, എന്തുകൂടിയായി? ബട്ട് ഓൾസോ ആസ് എ പ്ലേസ് ദാറ്റ് ആക്ച്വലി പ്രൊമോട്ട്, നമുക്ക് എന്ത് തരുന്നു? ഹെൽത്ത്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രാധാന്യം ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തോട്ടെ ആ സെന്റൻസ്. ഇങ്ങനെ തന്നെ ചോദിക്കാം. Currently, the hospitals are not just seen as healing centers, but also as a place that actually promote dash. എന്തുകൂടി തരും നമുക്കിപ്പോ? എന്തുകൂടി തരും? ഹെൽത്ത്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രാധാന്യം ചെയ്യുന്ന, തരുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. കണ്ടോ? പണ്ട് ട്രീറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്താ പറഞ്ഞേക്കുന്നത്? ഇപ്പൊ ഒരു 50 വർഷങ്ങളായിട്ട് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ആശയം മാറി, പുതിയൊരു ആശയത്തിലേക്ക് വന്നു. അതായത് ഇപ്പൊ ഹോസ്പിറ്റൽ ഹീലിംഗ് സെന്റർ മാത്രമല്ല, കേവലം രോഗശാന്തി കേന്ദ്രങ്ങൾ മാത്രമല്ല, നമുക്ക് എന്തുകൂടി പ്രൊമോട്ട് ചെയ്യും? ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത ആ സെന്റൻസ്. but also as a place that actually promote, എന്താ പ്രൊമോട്ട് ചെയ്യുന്ന? നമുക്ക് ഹെൽത്ത്ഫുൾ ലിവിങ്. അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ, ഹെൽത്ത്ഫുൾ ലിവിങ്. ക്ലാസ്സിൽ കുറച്ച് നാളെ ഗ്യാപ്പ് ഇട്ട് കയറിയവർക്ക് ബുദ്ധിമുട്ട് തോന്നണ്ടോ? നമ്മുടെ ബേസിക് നിങ്ങൾക്ക് അറിയാലോ,
+2 മുതലുള്ളവര് ഒത്തിരി ക്വാളിഫൈഡ് ആയിട്ടുള്ളവർ വരെ നമ്മുടെ ക്ലാസ്സിൽ ഇപ്പൊ ജോയിൻ ചെയ്തിട്ടുണ്ട്. 103 കുട്ടികളോളം ജോയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ പലരും ഉണ്ടായിരിക്കും അല്ലെ, കുറച്ച് ഞാൻ പറഞ്ഞില്ലേ ഗ്യാപ്പ് ഇട്ട് കയറിയിട്ടുണ്ടാവും. അപ്പൊ അവർക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ മാക്സിമം നമ്മൾക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ അല്ലെ, അത്രയും സപ്പോർട്ടാണ് ഞങ്ങള്. അതേപോലെ തന്നെ ക്ലാസ് തരുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ. കുറച്ച് ഗ്യാപ്പ് ഇട്ടവർക്കും ഒക്കെ മനസ്സിലാവുന്നില്ലേ, മനസ്സിലാക്കി വെക്കാൻ പറ്റണല്ലേ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളിപ്പോ എന്താ പറഞ്ഞേക്കണേ, ഹീലിംഗ് സെന്റർ മാത്രമല്ല, എന്തും കൂടി ആയാണ് ഇപ്പൊ എന്തും കൂടി തരുന്നുണ്ട്, ഹെൽപ്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം കൂടി പ്രാധാന്യം തരുന്ന ഒരു പ്ലേസ് കൂടിയാണ്. ഹെൽപ്ഫുൾ ലിവിങ് കൂടി പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് അല്ലെ. നോക്കിയേ, the general public would prefer to visit a hospital that offers many facilities. അല്ലെ, നമ്മള് സാധാരണക്കാരെ എന്താ ഇഷ്ടപ്പെടുന്നത്? ധാരാളം സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനല്ലേ അല്ലെ. ഇപ്പൊ നമ്മൾ അടുത്ത ഹോസ്പിറ്റലിൽ അധികം ഫെസിലിറ്റി ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ അവിടെ പോവില്ല. നമുക്ക് എന്താ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് മാറണം അല്ലെ, അതല്ലേ നമ്മുടെ ചിന്ത. അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടിയല്ലേ ഹോസ്പിറ്റലിൽ പോകുന്നത്. അപ്പൊ അതിന് എന്ത് വേണം? നല്ല ഫെസിലിറ്റികൾ വേണം. നമ്മൾ എന്താണ് രോഗം എന്ന് കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ തരാൻ പറ്റുന്ന നല്ല ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് സാധാരണക്കാർ ഇഷ്ടപ്പെടുന്നത് അല്ലെ. അല്ലാതെ ചെറിയ ഹോസ്പിറ്റലിൽ ഒത്തിരി സൗകര്യമൊന്നും ഇല്ലാത്തടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ട്രീറ്റ്മെന്റ് ഒക്കെ എങ്ങനെയാവും അല്ലെ, കറക്റ്റ് രോഗം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ടെൻഷൻ ഉണ്ടാവും, നമുക്ക് ഒരു അസുഖം വരുമ്പേ. അതുകൊണ്ട് അപ്പൊ നമ്മൾ പൈസ ഒന്നും നോക്കൂല, നമ്മൾ എന്താ ധാരാളം നല്ല സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് ജനറൽ പബ്ലിക് പ്രിഫർ ചെയ്യുന്നത് അല്ലെ. സാധാരണക്കാർ അതാ പ്രിഫർ ചെയ്യുന്നത്. വിസിറ്റ് എ ഹോസ്പിറ്റൽ ഓഫേഴ്സ് മെനി ഫെസിലിറ്റി, ഏതിനേക്കാളും rather than going to the hospital that only satisfy the patient care. പേഷ്യൻസിന്റെ കെയർ അല്ലെ, അതായത് പേഷ്യന്റ് കെയർ സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാൾ അല്ലെ, നമ്മുടെ ആരോഗ്യ പരിചരണം അതായത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ നമ്മൾ ഏതാണ്, ധാരാളം ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ പോകാനാണ് സാധാരണ ആളുകൾ പ്രിഫർ ചെയ്യുന്നത്. ശരിയല്ലേ? നമ്മളും അങ്ങനെയല്ലേ പ്രിഫർ ചെയ്യാറ് അല്ലെ. നല്ല സൗകര്യമുള്ള നല്ല അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നല്ല ഹോസ്പിറ്റലിലേക്ക് പോകാനാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. അപ്പൊ നമുക്ക് വേഗം പോയി ഡയഗ്നോസ് ചെയ്ത് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് പെട്ടെന്ന് അസുഖം മാറണം അല്ലെ. അല്ലാതെ നമ്മുടെ പേഷ്യന്റ് കെയർ സാറ്റിസ്ഫൈ ചെയ്ത് നമ്മളെ തൃപ്തിപ്പെടുത്തുന്നതിനേക്കാൾ ധാരാളം സൗകര്യങ്ങളുള്ള ഒരു ഹോസ്പിറ്റലിൽ പോകാനാണ് സാധാരണ ആളുകൾ ഇഷ്ടപ്പെടുന്നത്. This concept, ഈ ഒരു ആശയത്തോട് കൂടി നോക്കിയേ, the image of the hospital gradually become good. കണ്ടോ? അപ്പൊ ഹോസ്പിറ്റലിന്റെ ഇമേജ് എന്തായി? become good, നല്ലൊരു ഇതിലേക്ക് വന്നു. And they are being raised again from just being the center for medical കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ടു എ ഫെസിലിറ്റി. അപ്പോ മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റ് സൗകര്യങ്ങളും അത് തരുന്നതിന് പുറമെ അല്ലെങ്കിൽ അതിനേക്കാളും കൂടി ഈ പറയുന്ന ഫെസിലിറ്റികൾ കൂടി ഹോസ്പിറ്റൽ തരുന്നുണ്ട്. ഇവിടെ എന്താ, അപ്പൊ ഇവിടെ ഹോസ്പിറ്റലിന്റെ ഇമേജ് കുറച്ചുകൂടി വലുതായി അല്ലെ, നല്ലൊരു ഗുഡായി. അപ്പൊ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെഡിക്കൽ കെയർ ട്രീറ്റ്മെന്റ് തരുന്നതിനേക്കാൾ അതിനുപരിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒപ്പം തന്നെ മെഡിക്കൽ കെയർ തരുന്നുണ്ട്, അതുപോലെ നമുക്ക് ട്രീറ്റ്മെന്റ് അല്ലെ, പരിചരണം, നല്ലൊരു പരിചരണം ഹോസ്പിറ്റൽ തരുന്നുണ്ട്, ട്രീറ്റ്മെന്റ് തരുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ ഫെസിലിറ്റികൾ കൂടി ഇപ്പൊ ഹോസ്പിറ്റലിൽ കിട്ടും. എന്തൊക്കെ ഫെസിലിറ്റിയാ പ്രൊവൈഡ് ചെയ്യുന്നേ? ഫെസിലിറ്റി പ്രൊവൈഡിങ് എന്തൊക്കെ ഫെസിലിറ്റിയാന്നൊക്കെ? കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ സമഗ്രമായ, എഴുതി വെച്ചോട്ടോ, മീനിങ് അറിയില്ലാത്തവര് നോട്ട് ചെയ്ത് വെച്ചോ. സമഗ്രമായ. പ്രിവെന്റീവ്, പ്രതിരോധിക്കുന്ന. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കുന്ന. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ രോഗശാന്തി നൽകുന്ന, എഴുതി വെച്ചോ. ക്യൂറേറ്റീവ്, രോഗശാന്തി. ആൻഡ് റീഹാബിലിറ്റേഷൻ സർവീസസ്. റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരധിവാസ സൗകര്യങ്ങള്. ഇത്രയും ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റലിൽ തരുന്നുണ്ടെന്ന്. ഏതൊക്കെ ഫെസിലിറ്റിയാ പ്രൊവൈഡ് ചെയ്യുന്നേ? അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടെ, ആ വേർഡ്സ് എല്ലാം അണ്ടർലൈൻ ചെയ്തോ. എന്തൊക്കെ ഫെസിലിറ്റിയാ തരുന്നേ? പ്രൊവൈഡിങ് കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതിന്റെ ഒപ്പം?
മെഡിക്കൽ കെയർ, ട്രീറ്റ്മെന്റ്, ആ ഫെസിലിറ്റിക്ക് ഒപ്പം തന്നെ ഈ സൗകര്യങ്ങൾ കൂടി ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കോംപ്രിഹെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താ? സമഗ്രമായ. പ്രിവെന്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രതിരോധിക്കുന്ന. ക്യൂറേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗശാന്തി നൽകുന്ന. റീഹാബിലിറ്റേഷൻ എന്ന് വെച്ചാൽ പുനരധിവാസ സൗകര്യങ്ങൾ. ഇത്രയും ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഏതിനൊപ്പം? മെഡിക്കൽ കെയറും ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ ഈ സൗകര്യങ്ങൾ കൂടി ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അണ്ടർലൈൻ ചെയ്തു അതെല്ലാരും. എന്തൊക്കെ ഫെസിലിറ്റി ഒക്കെ തന്നെ ഹോസ്പിറ്റല്? കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോ? ആര്യ, ഗോപിക, സിയ, തസ്ലീമ. ഓക്കെ, എന്താണ്? ഡിസ്റ്റർബൻസ് ഉണ്ടോ? സിയ കേൾക്കുന്നില്ലേ? ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആണോ നോക്കിയേ? ചിലപ്പോ ഇടയ്ക്ക് ഇത് നമ്മുടെ ഈ ഓൺലൈനിൽ ചില ലിമിറ്റേഷൻ ഉണ്ടല്ലോ, ചിലപ്പോ നെറ്റിന്റെ വല്ല പ്രശ്നം കൊണ്ടോ എന്തെങ്കിലും ആണോ എന്ന് അറിയില്ല. നെറ്റ് ഓക്കെ, അപ്പൊ ഈ സർവീസും കൂടി, ഈ ഫെസിലിറ്റിയും കൂടി ഹോസ്പിറ്റൽ തരുന്നുണ്ട്. മെഡിക്കൽ കെയർ, ട്രീറ്റ്മെന്റിന്റെ ഒപ്പം തന്നെ എന്തും കൂടി ഏതൊക്കെയാ? കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്. ഇത്രയും സൗകര്യം കൂടി ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞാൻ ആദ്യത്തെ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞു അല്ലെ. ഇന്ന് ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹീലിംഗ് സെന്റർ മാത്രമല്ല, എന്തുകൂടിയാണ്? എന്ത് പ്രൊമോട്ട് ചെയ്യുന്ന? ഹെൽപ്ഫുൾ ലിവിങ്, ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ. ഫസ്റ്റ് സെന്റൻസ് പാരഗ്രാഫിൽ അണ്ടർലൈൻ ചെയ്യുക. ഇനി ലാസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യുക. എന്തൊക്കെ ഫെസിലിറ്റിയാ തരുന്നതെന്നുള്ളത് കേട്ടോ. കോംപ്രിഹെൻസീവ്, പ്രിവെന്റീവ്, ക്യൂറേറ്റീവ്, റീഹാബിലിറ്റേഷൻ സർവീസും കൂടി ഹോസ്പിറ്റൽ തരുന്നുണ്ട്. ഇനി നെക്സ്റ്റ് നോക്കിയ ഡെഫിനിഷൻ ആണ് ഹോസ്പിറ്റലിന്റെ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഹോസ്പിറ്റല്? എന്താ? നമുക്ക് ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഹോസ്പിറ്റൽ കാണാത്തവരില്ല, ഹോസ്പിറ്റലിൽ പോവാത്തവരും ഇല്ല. എന്താ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ? നമുക്ക് എന്താ തരുന്നേ? ഹോസ്പിറ്റൽ എന്താ തരുന്നേ നമുക്ക്? എന്താണ് ഒരു ഹോസ്പിറ്റല്? നമുക്ക് രോഗങ്ങളൊക്കെ വരുമ്പോ നമ്മൾ പോയി അല്ലെ, നമ്മുടെ രോഗം കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യുക, ട്രീറ്റ്മെന്റ് തരികയല്ലേ അല്ലെ? നമുക്ക് രോഗം മാറ്റുന്ന ഒരു സ്ഥലമല്ലേ ഹോസ്പിറ്റല്? ട്രീറ്റ്മെന്റ്, വെരി ഗുഡ്. ട്രീറ്റ്മെന്റ് തരുന്ന പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. അല്ലാതെ ഹോസ്പിറ്റലിൽ ചെന്ന് നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ കുറച്ചു നേരം പോയി വെറുതെ പാർക്കിലൊക്കെ ബീച്ചിലൊക്കെ പോയിരിക്കണോ പോയിട്ട് വരാൻ പറ്റുമോ? എന്താ? നമുക്ക് എന്താണ്? എന്ത് തരുന്നു? ട്രീറ്റ്മെന്റ് ഫെസിലിറ്റി ആണ് അല്ലെ. ട്രീറ്റ്മെന്റ് തരുന്ന പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. ഇവിടെ നോക്കിയ രണ്ട് ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞത് നല്ല ട്രീറ്റ്മെന്റ് കിട്ടും. ഓക്കെ, നോക്കിയ ഡെഫിനിഷൻ എന്താന്ന് നോക്കിയ ഫസ്റ്റത്തെ. ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ ആർക്കാ? ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ. ഇല്ലായിട്ടുള്ള രോഗം വന്നാൽ, ഇഞ്ചുറി സംഭവിച്ച, മുറിവ് പറ്റിയ ആളുകൾക്ക് മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയറും, നഴ്സിംഗ് കെയർ പരിചരണവും അല്ലെ, നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്ത് വെച്ച സെന്റൻസ്. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ. അപ്പൊ എന്തെഴുതും? എന്തായിരുന്നു ആൻസർ? ഹോസ്പിറ്റൽ. സിമ്പിൾ അല്ലേ? ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻ ആണ്. ഡെഫിനിഷൻ എഴുതാൻ ചോദിക്കൂല. വാട്ട് ഈസ് ഹോസ്പിറ്റൽ എന്നൊന്നും ചോദിക്കൂല. എന്താ ചോദിക്കുക? ഡാഷ്. അവിടെ ഡാഷ് ഇട്ടും. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ്, അത് ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ ഫോർ എനി ഇൽ ഓർ ഇഞ്ചുറീഡ് പീപ്പിൾ വി ആർ കോൾഡ് ഡാഷ്. അങ്ങനെയും ചോദിക്കാം. അല്ലെങ്കിൽ ആദ്യം ഡാഷ് ഇട്ട് ചോദിക്കാം. മനസ്സിലായോ? ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. എന്താ പ്രൊവൈഡ് ചെയ്യുന്നേ? എന്താ തരുന്നത്? മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. ആർക്കാണ്? ഹെൽത്തി ആയിട്ടുള്ളവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ. രോഗം വന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ഇഞ്ചുറി, മുറിവ് പറ്റിയ ആളുകൾക്ക് മെഡിക്കൽ സർജിക്കൽ ട്രീറ്റ്മെന്റും നഴ്സിംഗ് കെയറും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. വേറൊരു ഡെഫിനിഷൻ നോക്കിയ അവിടെ. അപ്പൊ ആ ഡെഫിനിഷൻ അണ്ടർലൈൻ ചെയ്ത് ഇടണം കേട്ടോ. രണ്ടാമത് നോക്കിയേ. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ്, ഇച്ചിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ആരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്? ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ ആൻഡ് സർജൻ ആൻഡ് എ ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫ്. കണ്ടോ? ഇവരെയൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഫിസിഷ്യൻ. ആരാ ഫിസിഷ്യൻ?
ഫിസിഷ്യൻ ആരാ? ജനറൽ ഡോക്ടർ ആണ് കേട്ടോ. ജനറൽ ഡോക്ടർ ആണ് ഫിസിഷ്യൻ. ഫിസിഷ്യനെ, സർജനെ, ഒരു ടീം ഓഫ് ടെക്നിക്കൽ സ്റ്റാഫിനെ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, അവരെ ഉപയോഗിച്ചുകൊണ്ട്, in order to provide facility, ഈ ഫെസിലിറ്റിയും കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. മനസ്സിലായോ? ഫിസിഷ്യനെ, സർജനെ, ടെക്നിക്കൽ സ്റ്റാഫിനെ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അവരെ ഉപയോഗിച്ചുകൊണ്ട് ഈ ഫെസിലിറ്റികൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. എന്തൊക്കെ ഫെസിലിറ്റിയാ? ഡയഗ്നോസിസ്, രോഗനിർണയം. ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ എന്താ? രോഗനിർണയം. ഡയഗ്നോസ് ചെയ്യൂലേ? അല്ലേ? നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പം തന്നെ ഡോക്ടർ മരുന്ന് എഴുതി തരുവാണോ ചെയ്യണേ? നമ്മൾ ഒന്ന് ഡയഗ്നോസ് ചെയ്യും, എന്താണ് രോഗനിർണയം നടത്തും. ചിലപ്പോ നമ്മളിപ്പോ വീണു, നമ്മള് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം എക്സ്റേ എടുത്തിട്ട് വാ, അല്ലേ? പറയാറില്ലേ? എക്സ്റേ എടുത്ത് നോക്കി കഴിയുമ്പോഴാണ് നമുക്ക് എല്ലാം പൊട്ടിപ്പോയിട്ടുണ്ടോ, ലിച്ചിന് വന്നിട്ടുണ്ടോ, എന്തെങ്കിലും എന്താ പ്രശ്നം എന്ന് അറിയാൻ പറ്റുള്ളൂ. വയറുവേദനയാന്ന് പറഞ്ഞു, ഡോക്ടറിന് എന്തെങ്കിലും ഒരു സംശയം തോന്നാൻ ഡോക്ടർ അപ്പൊ തന്നെ സ്കാൻ ചെയ്തിട്ട് വരാൻ പറയും, അല്ലെ? കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാം, രോഗനിർണയം നടത്തും. തെറാപ്പികള്, റീഹാബിലിറ്റേഷൻ, പുനരധിവാസം, പ്രിവെൻഷൻ, നമ്മൾ ആദ്യം പറഞ്ഞത് തന്നെയാണ് കേട്ടോ. പ്രിവെൻഷൻ എന്താണ്? രോഗ പ്രതിരോധം. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, റിസർച്ച്, ഈ ഫെസിലിറ്റികൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. സെക്കൻഡ് ഡെഫിനിഷൻ മനസ്സിലായോ? ആരെ? ഫിസിഷ്യനെ, സർജനെ, ടെക്നിക്കൽ സ്റ്റാഫിനെ ഒക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഈ ഫെസിലിറ്റികൾ ഏതൊക്കെയാ? ഡയഗ്നോസിസ്, തെറാപ്പി, റീഹാബിലിറ്റേഷൻ, പ്രിവെൻഷൻ, എഡ്യൂക്കേഷൻ, റിസർച്ച്, ഈ ഫെസിലിറ്റികൾ കൂടി പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഹോസ്പിറ്റൽ. അവിടെയും ഡാഷ് ഇട്ട് തന്നെ എഴുതാലോ, അല്ലെ? ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആ സെന്റൻസ് അങ്ങ് തരികയാണ്. അപ്പൊ നമുക്ക് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാണ്, അല്ലെങ്കിൽ ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ദാറ്റ് മേക്ക് ദ യൂസ് ഓഫ് ഫിസിഷ്യൻ, അങ്ങനെ തന്നാലും എഴുതാൻ പറ്റൂലേ? മനസ്സിലായില്ലേ? അങ്ങനെ തന്നാലും നമുക്ക് ആൻസർ കിട്ടിയല്ലോ. ഏതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ? ഏതാണ് അത്? ഹോസ്പിറ്റൽ. ഓക്കെ, നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കിയേ. Professionally and technically skilled people apply their knowledge and skill with the help of complicated equipments and appliances. ഉണ്ടോ? പ്രൊഫഷണലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് വെറുതെ ഇപ്പൊ നമുക്ക് ഒരു ഇതുമില്ലാത്ത ആൾക്ക് പോയി ട്രീറ്റ്മെന്റ് തരാൻ പറ്റോ? അല്ലേ? MBBS ഇതൊക്കെ കഴിഞ്ഞ് അല്ലെ, പ്രൊഫഷണലി ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകള് അവരുടെ നോളജ്, അല്ലെ, അവരുടെ അറിവുകള്, എങ്ങനെ അറിവുകളും സ്കിൽസും അവരുടെ കഴിവും എന്തിന്റെ സഹായത്തോടു കൂടി അപ്ലൈ ചെയ്യുന്നു? വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോംപ്ലിക്കേറ്റഡ് എക്യുപ്മെന്റ്, സങ്കീർണമായ ഉപകരണങ്ങളുടെ, അപ്ലയൻസസ് എന്ന് പറഞ്ഞ യന്ത്രങ്ങള്, മിഷ്യൻസിന്റെ ഒക്കെ സഹായത്തോടു കൂടി അപ്ലൈ ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ, പറഞ്ഞു നിർത്തിയല്ലേ ഉള്ളൂ. ഇപ്പൊ ചെന്ന വഴി തന്നെ ഡോക്ടർ വെറുതെ മെഡിസിൻ തരുവല്ല ചെയ്യുന്നത്. ഡോക്ടർ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട്, അല്ലെ, ഡയഗ്നോസ്റ്റിക് ടൂൾസ് ഉപയോഗിക്കും, എക്യുപ്മെന്റ്സ് ഉപയോഗിക്കും, മെഷീൻസ് ഉപയോഗിക്കും. അപ്പൊ അത് ഒക്കെ അതിന്റെ സഹായത്തോടു കൂടി, അല്ലെ, അത് വേണ്ടേ? അല്ലെങ്കിൽ നമ്മുടെ ഒരു വലിയ ബിൽഡിങ്ങോ കുറച്ച് ഡോക്ടർമാർ നേഴ്സ് മാത്രം മതിയോ? അവിടെ അത് അവർക്കിടെ പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ നൽകണമെങ്കിൽ എക്യുപ്മെന്റ്സ് വേണ്ടേ? മെഡിക്കൽ എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാണ്ട് കേട്ടോ. കുറെ എക്യുപ്മെന്റ്സുകൾ അതിനകത്ത് പഠിക്കാനുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഓരോ എക്യുപ്മെന്റ്സും അതിന്റെ യൂസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ പഠിക്കാനുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഓരോന്നും എടുത്ത് പറയുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള എക്യുപ്മെന്റ്സ്, യന്ത്രങ്ങള്, ഇവയുടെ സഹായത്തോടു കൂടി ഡോക്ടർ, നേഴ്സും അല്ലെങ്കിൽ പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ അറിവ്, അവരുടെ കഴിവും അപ്ലൈ ചെയ്യുന്നു. ഈ ഉപകരണങ്ങൾ കൂടി വേണം, അല്ലെ? ഡോക്ടറിന് വെറുതെ ട്രീറ്റ്മെന്റ് തരാൻ പറ്റൂല. ഈ എക്യുപ്മെന്റ്സ്, അപ്ലയൻസസിന്റെ സഹായത്തോടു കൂടി അവരുടെ നോളജും സ്കില്ലും അവരവിടെ അപ്ലൈ ചെയ്യുന്നു, ഹോസ്പിറ്റലിൽ അപ്ലൈ ചെയ്യുന്നു. ഇത് എന്തിനു വേണ്ടിയിട്ടാ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാ? പേഷ്യൻസിന് നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കാൻ, അല്ലേ? അതിനു വേണ്ടിയിട്ടല്ലേ അവരങ്ങനെ ചെയ്യണേ? ക്വാളിറ്റി കെയർ അണ്ടർലൈൻ ചെയ്തിട്ടോ. എന്തിനു വേണ്ടിയാ? ടു പ്രൊവൈഡ് ക്വാളിറ്റി കെയർ ഫോർ ദ പേഷ്യന്റ്. പേഷ്യൻസിന് നല്ല ഗുണനിലവാരമുള്ള ഒരു പരിചരണം പ്രൊവൈഡ് ചെയ്യാൻ.
to provide the quality care for the patient. പേഷ്യൻസിന് നല്ലൊരു ഗുണനിലവാരമുള്ള പരിചരണം പ്രൊവൈഡ് ചെയ്യാനായിട്ട് എക്യുപ്മെന്റ്സിന്റെ അപ്ലയൻസസ് യന്ത്രങ്ങളുടെ സഹായത്തോടു കൂടി പ്രൊഫഷണലി ആൻഡ് ടെക്നിക്കലി സ്കിൽഡ് ആയിട്ടുള്ള ആളുകൾ അവരുടെ നോളജ്, അവരുടെ സ്കില്ല്, കഴിവുകളൊക്കെ അവിടെ അപ്ലൈ ചെയ്യുന്നു, ഹോസ്പിറ്റലില് അപ്ലൈ ചെയ്യുന്നു. ഇതെല്ലാം പേഷ്യൻസിന് നല്ല ഗുണനിലവാരമുള്ള ക്വാളിറ്റി കെയർ, ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയാണ്. Then hospital is a place for the diagnosis and the treatment of human ill. എന്താണ് നോക്കിയേ, ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് is a place for the diagnosis, രോഗനിർണയത്തിന്റെയും ട്രീറ്റ്മെന്റിന്റെയും അല്ലെ of human ill. മനുഷ്യർക്ക് രോഗങ്ങൾ വരുമ്പോൾ രോഗനിർണയവും ട്രീറ്റ്മെന്റും നടത്തുന്ന പ്ലേസ് ആണ്. ആൻഡ് ടു ബ്രിങ് ബാക്ക് ഓഫ് ഹെൽത്ത്, എന്നിട്ട് എന്ത് ചെയ്യുന്നു, നമ്മളെ ഹെൽത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു അല്ലേ. നമുക്ക് രോഗം വന്ന് അവിടെ പോയി നമ്മൾ ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്ത് നമ്മൾ പഴയ ഒരു ഇത് ആവൂലേ, പഴയ ഒരു ഹെൽത്തിലേക്ക് തിരിച്ചു വരൂലേ അല്ലേ. നമ്മളെ എന്ത് ചെയ്യുന്നു, ബ്രിങ് ബാക്ക് ടു ദ ഹെൽത്ത്, ആ ഹെൽത്തിലേക്ക്, നമ്മുടെ തിരിച്ച ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നു. ആൻഡ് വെൽ ബീയിങ് ഓഫ് ദോസ് ടെമ്പററി പ്രിവെന്റഡ് ഫ്രം എൻജോയിങ് ദീസ്, നമ്മൾ അനാരോഗ്യം അനുഭവിക്കുന്ന ആളുകളുടെ അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് ഹോസ്പിറ്റൽ. ബാക്ക് ടു ദ ഹെൽത്ത് അല്ലേ. എന്താണ്, നമ്മുടെ ഹെൽത്തിലേക്ക്, നമ്മുടെ ആ പഴയ ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. നമ്മളിപ്പോ വയ്യാതെ ഒട്ടും പറ്റില്ല, പിടിച്ചായിരിക്കും ചിലപ്പോ കൊണ്ടുപോകുന്ന ഹോസ്പിറ്റലിൽ ചെന്ന് 2-3 ദിവസം ചിലപ്പോൾ അഡ്മിറ്റ് ആവേണ്ടി വരും. ട്രീറ്റ്മെന്റ് എടുത്ത് നമ്മൾ നല്ല ഉഷാറായിട്ട് നല്ല പഴയ ഒരു ആരോഗ്യത്തോടു കൂടി നമ്മള് എന്താ പറയാ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു പോരൂലേ അല്ലേ. നമുക്കൊരു നല്ലൊരു ആരോഗ്യം, നമ്മുടെ ക്ഷേമം, വെൽബീയിങ്, അങ്ങനെ ടെമ്പററി ആയിട്ട് അത് നഷ്ടപ്പെട്ട ആളുകൾക്ക്, അനാരോഗ്യം അനുഭവിക്കുന്ന ആളുകൾക്ക് അവരുടെ ജീവിതത്തിലേക്ക്, അവരുടെ പഴയ ആരോഗ്യത്തിലേക്ക്, അവരുടെ ക്ഷേമത്തിലേക്കൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന പ്ലേസ് ആണ് ഹോസ്പിറ്റൽ. അതും കൂടി അണ്ടർലൈൻ ചെയ്തോട്ടോ. ഡാഷ് ഈസ് എ പ്ലേസ് എന്ന് പറഞ്ഞുകൊണ്ട് അതും വേണമെങ്കിൽ ചോദിക്കാം, സെന്റൻസ് ചോദിക്കാം കേട്ടോ. അത് ഏത് പ്ലേസ് ആണ്, ഹോസ്പിറ്റൽ ആണ്. ഇനി നെക്സ്റ്റ് ആണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷൻ. ഇവിടെ നിങ്ങൾക്ക് WHO എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ഇത് ക്വസ്റ്റ്യൻസ് എന്താ എക്സാമിന് 1, 2, 3 നമുക്ക് 2-3 നമുക്ക് എക്സ്പാൻഡഡ് ഫോം ചോദിക്കും. ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കാണും ക്വസ്റ്റ്യൻ പേപ്പറിൽ കേട്ടോ. എക്സ്പാൻഡഡ് ഫോം നമ്മൾ ആദ്യത്തെ പഠിക്കുന്നതാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. നോട്ട് ചെയ്ത് വെച്ചത് എക്സ്പാൻഡഡ് WHO, അല്ലെങ്കിൽ റൈറ്റ് ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് WHO, അല്ലെങ്കിൽ WHO സ്റ്റാൻഡ്സ് ഫോർ, അങ്ങനെ പല രീതിയിൽ ചോദിക്കാം. എന്തായാലും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു തന്നു കേട്ടോ. എന്താ, ഒരു എക്സ്പാൻഡഡ് ഫോം എന്തായാലും ചോദിക്കും. രണ്ടോ എക്സ്പാൻഡഡ് ഫോം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ആദ്യം ഓരോന്ന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ പഠിച്ചു വെക്കുക കേട്ടോ. WHO എന്ന് പറഞ്ഞാൽ എന്താ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ക്ലിയർ അല്ലേ? വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഒരു ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഏജൻസിയാണ് WHO എന്ന് പറയുന്നത് കേട്ടോ. പൊതുജന ആരോഗ്യത്തിനായിട്ടുള്ള ആഗോള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു ഐക്യരാഷ്ട്ര സഭയുടെ ഒരു ഏജൻസിയാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഹോസ്പിറ്റലിന് കൊടുത്ത ഒരു ഡെഫിനിഷൻ, അതുകൂടി ഉള്ളൂ. നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞു. സിമ്പിൾ ചാപ്റ്റർ, 1ാമത്തെ ചാപ്റ്റർ കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ട് ഒരു പേജ് മാത്രമേ ഉള്ളൂ. നമ്മൾ എന്താ ഹോസ്പിറ്റലിൽ കുറച്ച് ഡെഫിനേഷൻസ് അതിനകത്ത് പഠിക്കണേ. ഓക്കെ, എന്താണ് WHO? ഇനി എന്താണ് നമ്മൾ ഹോസ്പിറ്റലിന് കൊടുത്ത ഡെഫിനിഷൻ നോക്കിയേ. എ ഹോസ്പിറ്റൽ ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട്. ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ എന്താ, അനിവാര്യമായ ഭാഗമാണ്. അനിവാര്യമായ, അറിയില്ലാത്തവരൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഇന്റഗ്രൽ അനിവാര്യമായ ഭാഗമാണ്. ഇന്റഗ്രൽ അനിവാര്യമായ ഭാഗമാണ്. ഓക്കെ, ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ആൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് എ മെഡിക്കൽ ആൻഡ് സോഷ്യൽ ഓർഗനൈസേഷൻ. മെഡിക്കൽ സോഷ്യൽ ഓർഗനൈസേഷന്റെ ഒരു ഒഴിച്ചുകൂടാൻ പറ്റാത്ത അല്ലെങ്കിൽ അനിവാര്യമായ ഭാഗമാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യം തന്നെയാണ് അല്ലേ. ഹോസ്പിറ്റലിൽ ഇല്ലാത്ത അവസ്ഥ നമുക്ക് ആലോചിക്കാൻ പറ്റില്ല. ഒരു അനിവാര്യമായ ഭാഗമാണ്. The function of which is to provide for the population complete health
കെയർ. അണ്ടർലൈൻ ചെയ്തിട്ടേ. WHO പറയുന്നത് എന്താ? ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്താ? WHO അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? പ്രൊവൈഡ് ഫോർ ദ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. ജനങ്ങൾക്ക് എന്താ പറയാ, ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം തരുവാണ്. പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ, കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് കെയർ തരുന്നു പോപ്പുലേഷൻ. അത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഹോസ്പിറ്റൽ. According to WHO, the function of the hospital is to, എന്താണ് function? Provide for the population complete health care. Underline ചെയ്തിട്ടേ. Population complete health care. Provide for the population complete health care. എന്താണ്? ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യാണ്. ബോത്ത് എങ്ങനെ ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. കണ്ടോ? ക്യൂറേറ്റീവ് രോഗശാന്തി, പ്രിവെന്റീവ് രോഗശമനം, അല്ലെ? പ്രിവെന്റീവ് പ്രതിരോധം, ഇതൊക്കെ അതും കൂടി ഉൾപ്പെടെ പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. അതാണ് ഈ WHO പറയുന്നത് ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ. ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്, രോഗശാന്തി അതുപോലെ തന്നെ പ്രിവെന്റീവ് പ്രതിരോധം ഒക്കെ കൂടി അതും കൂടി ഉൾപ്പെടെ പോപ്പുലേഷന്റെ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കെയർ ആണ് എന്താ? അത് ഹെൽത്ത് കെയർ നൽകുക, പ്രൊവൈഡ് ചെയ്യുക, അതാണ് ഫംഗ്ഷൻ. ഇനി ആൻഡ് അതുപോലെ തന്നെ പറഞ്ഞേക്കുന്നത് എന്താ? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആൻഡ് ഔട്ട് പേഷ്യന്റ് സർവീസസ്. എന്തുകൂടി നൽകുന്നുണ്ട്? ഔട്ട് പേഷ്യന്റ് സർവീസും കൂടി നൽകുന്നുണ്ട്. എന്താ ഔട്ട് പേഷ്യന്റ് സർവീസ്? മെഡിക്കൽ കെയർ ഗിവൺ ഔട്ട്സൈഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിന് പുറമെ കൊടുക്കുന്ന മെഡിക്കൽ കെയർ. ഔട്ട് പേഷ്യന്റ്, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. OP ഒക്കെ ഇല്ലേ? OP, ഔട്ട് പേഷ്യന്റ്, OP. ഔട്ട് പേഷ്യന്റ് സർവീസും കൂടി ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെ? അഡ്മിറ്റ് ആവുന്നില്ല, നമ്മൾ OP ചെന്ന് നമ്മൾ ഡോക്ടറിനെ കണ്ട് മരുന്ന് മേടിച്ച് നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോരാം, അല്ലെ? OP സർവീസ്, ഔട്ട് പേഷ്യന്റ് സർവീസും കൂടി ഹോസ്പിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് റീച്ച് ഔട്ട് ഓഫ് ദ ഫാമിലി. ഇനി പേഷ്യന്റിന് മാത്രമല്ല, അവരുടെ ഫാമിലിക്കും ആൻഡ് ഇറ്റ്സ് ഹോം എൻവയോൺമെന്റ്, അവരുടെ ഫാമിലിക്കും എൻവയോൺമെന്റ് പരിസ്ഥിതിക്കും കൂടി, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നല്ലൊരു അന്തരീക്ഷം കൂടി, അല്ലെ? അവരുടെ ഫാമിലിക്കും കൂടി നല്ലൊരു സർവീസ് ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Outpatient services reach out of the family and its home environment. The patients മാത്രമല്ല, അവരുടെ ഫാമിലിക്കും അതുപോലെ തന്നെ എൻവയോൺമെന്റിനും ഒക്കെ കൂടി നമുക്ക് നല്ലൊരു, അതായത് പണ്ട് ട്രീറ്റ്മെന്റ് മാത്രമല്ല, ഇപ്പൊ അതിൽ നിന്ന് മാറി കുറച്ചും കൂടി നമുക്ക് നല്ലൊരു സൗകര്യങ്ങള് കാര്യങ്ങള് കുറച്ചും കൂടി പേഷ്യന്റ് സെന്റേർഡ് ആയിട്ട് പേഷ്യൻസിനെ കേന്ദ്രീകരിച്ചിട്ടുള്ള നല്ലൊരു ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റല് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then, hospital is also center for training of health workers and biosocial research. നോക്കിയ ലാസ്റ്റ് സെന്റൻസ്, the hospital, അതിനൊപ്പം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. The hospital is also center. ആരുടെ സെന്റർ കൂടിയാണ്? ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ്. ഹെൽത്ത് വർക്കേഴ്സിന്റെ ആ ട്രെയിനിങ് സെന്റർ ആൻഡ് ബയോ റിസർച്ച് പ്രവർത്തകര്, അവർക്കുടെ ബയോ റിസർച്ച് അതുപോലെ തന്നെ ഹെൽത്ത് വർക്കേഴ്സിന്റെ ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ഇത്രയും കാര്യങ്ങളാണ് WHO-ന്റെ ഡെഫിനിഷനിൽ പറയുന്നത്. നിങ്ങൾ ഡെഫിനിഷൻ ബൈഹാർട്ട് ചെയ്യണ്ട. WHO-ന്റെ എക്സ്പാൻഡഡ് ഫോം എന്താന്ന് പഠിക്കാം. ഈ WHO-ന്റെ അനുസരിച്ച് നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്താണ്? പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. അത് അണ്ടർലൈൻ ചെയ്തിടാം. പിന്നെ എന്താ? പേഷ്യന്റിന് മാത്രമല്ല, അവിടെ ഔട്ട് പേഷ്യന്റ് സർവീസും കൂടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫാമിലിക്കും എൻവയോൺമെന്റിനും ഒക്കെ കൂടി നല്ലൊരു ഔട്ട് പേഷ്യന്റ് സർവീസ് ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് എന്താ പറഞ്ഞത്? ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണ്? ട്രെയിനിങ് സെന്റർ ആണ്. ആർക്കിടെ? ഹെൽത്ത് വർക്കേഴ്സ് ബയോ റിസർച്ച് പ്രവർത്തകരുടെ ഒരു ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ അതുകൂടി ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ച ലാസ്റ്റ് സെന്റൻസ്. Hospital is also a center for the training of health workers and biosocial research. അവരുടെ ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. ഹെൽത്ത് വർക്കേഴ്സിന്റെ ബയോസോഷ്യൽ റിസർച്ച്,
ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. അത്രയും കാര്യങ്ങളാണ് ഇൻട്രൊഡക്ഷൻ ഫസ്റ്റ് ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ഹോസ്പിറ്റലിന്റെ ഡെഫിനിഷൻസ് ആണ്. അപ്പൊ അതിനകത്ത് ആദ്യം നമ്മൾ പറഞ്ഞത് നിങ്ങൾക്ക് ഉണ്ടല്ലോ, നിങ്ങളോട് ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ മിസ് പറഞ്ഞിട്ടുണ്ടാവും, നമ്മൾ ഇന്ന് ക്ലാസ് കഴിയുമ്പോൾ നാളത്തേക്ക് നിങ്ങൾക്ക് ഞാൻ ഇന്ന് എടുത്ത അത്രയും ഭാഗത്തെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് ഇവിടെ കൊടുക്കും. അപ്പൊ നാളത്തേക്ക് നിങ്ങൾക്ക് അത് അവിടെ കിട്ടും. ആ 5 മോക്ക് ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലേ, 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അത് നോക്കുക, ആൻസറും ഉണ്ട് കേട്ടോ. അപ്പൊ അതെല്ലാ ദിവസവും നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യാം. ഇതൊന്ന് വായിക്കുക, പണ്ട് നാളത്തേക്ക് നമ്മള് ആ മോക്ക് ടെസ്റ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടോ, ആൻസറും ഉണ്ട് കേട്ടോ, പഠിക്കണ്ട, ആൻസറും ഉണ്ട് അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് നമ്മൾ പഠിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അതിന് എഴുതാൻ പറ്റണ്ടോ എന്ന് കൂടി നോക്കണ്ടേ. ഇത്രയും ഈ ഒരു പേജിൽ നിന്ന് ഒരു 5 ക്വസ്റ്റ്യൻ ഇന്ന് കൊടുക്കും, നാളത്തേക്ക് നിങ്ങൾക്ക് അത് കിട്ടും. നിങ്ങൾ മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് ചെയ്യാം, അതൊക്കെ തന്നെ നമുക്ക് ഫുൾ മാർക്ക് മേടിക്കാം. ഇത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് ഞാൻ 100% ഞാൻ ഷുവർ പറയാണ്, നല്ല റിസൾട്ട്, നല്ല മാർക്ക് നിങ്ങൾക്ക് മേടിക്കാം. കറക്റ്റ് ആയിട്ട് വായിക്കുക. ഒന്നാമത്തെ കാര്യം എന്താ ഞാൻ പറഞ്ഞേ, ഇന്ന് നമ്മൾ എടുത്ത കാര്യങ്ങൾ ഇന്ന് തന്നെ വായിക്കാം, മോക്ക് ടെസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. അപ്പോ എങ്ങനെയുണ്ട് ക്ലാസ്, മനസ്സിലാവണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നണ്ടോ? ഇനി എന്തെങ്കിലും ചേഞ്ച് വരുത്തണോ? ഇങ്ങനെ എടുത്താൽ മതിയോ? ഞാൻ എല്ലാ ക്ലാസ്സിലും ചോദിച്ചു കേട്ടോ. ചോദിച്ചു കഴിഞ്ഞിട്ട് അപ്പൊ നിങ്ങളുടെ റെസ്പോണ്ട് എങ്ങനെയാണോ, ഓക്കെ ആണോ, ക്ലിയർ ആവുന്നുണ്ടോ എന്ന് മനസ്സിലായിട്ട് വേണമല്ലോ. വെരി ഈസി ആണ് അല്ലെ, സിമ്പിൾ ചാപ്റ്റർ ആണ്, നന്നായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് ഒന്നുകൂടി പെട്ടെന്ന് പറഞ്ഞിട്ട് നിർത്താം കേട്ടോ. അപ്പൊ ഒന്നാമത് നമ്മൾ നോട്ട് ചെയ്യേണ്ടത് എന്താണ്, അതിൽ നിന്ന് ഹോസ്പിറ്റല്, ഹോസ്റ്റല്, ഹോട്ടല്, ഹോസ്പിസ് ഇതെല്ലാം ഡിറൈവ് ചെയ്തേക്കുന്നത് ഏത് വേർഡിൽ നിന്നാണ്? ഏത് വേർഡാണെന്ന് തന്നെ പഠിച്ചില്ലേ? ഏത് വേർഡാണ്? ഹോസ്പസ്. ഇനി ഹോസ്പസ് എന്ന് പറഞ്ഞ വേർഡിന്റെ മീനിങ് എന്താന്ന് പറഞ്ഞു അല്ലെ, ലാറ്റിൻ വേർഡ്. അതിന്റെ മീനിങ് എന്താ? ഗസ്റ്റ് എന്നാവാം, അല്ലെങ്കിൽ വിസിറ്റർ എന്നാവാം, അല്ലെങ്കിൽ ഹോസ്റ്റ് എന്നാവാം, അല്ലെങ്കിൽ സ്ട്രേഞ്ചർ എന്നാവാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഓപ്ഷൻ നോക്കണം. നമ്മുടെ ഗസ്റ്റ് എന്നാണ് ആൻസർ അവിടെ കിടക്കണമെങ്കിൽ അല്ലെ, ഗസ്റ്റ് എന്നാണ് നമുക്ക് ആൻസർ കിടക്കുന്നതെങ്കിൽ അത് എഴുതാം. നമ്മുടെ ആൻസറിൽ ഹോസ്റ്റ് എന്നാണ് കിടക്കണമെങ്കിൽ അത് എഴുതാം. ആ 4 ആൻസറും നിങ്ങൾ എന്താ പറയാ പഠിച്ചു വയ്ക്കാം കേട്ടോ. പിന്നെ ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട. അവിടെ ഡാഷ് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ, ഡാഷ് ഇട്ട് തരും. അപ്പൊ നമ്മൾ എന്താന്ന് എഴുതാം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്, അവിടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഹീലിംഗ് സെന്റർ മാത്രമല്ല, എന്തുകൂടി തരും? എന്താണ്? നമുക്ക് ഒരു ഹെൽപ്ഫുൾ ലിവിങ് അല്ലെ, ആ ഒരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്ലേസും കൂടിയാണ് ഹോസ്പിറ്റൽ. അതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറഞ്ഞത്. ഹീലിംഗ് സെന്റർ മാത്രമല്ല, നമുക്കൊരു ആരോഗ്യകരമായിട്ടുള്ള ജീവിതം പ്രൊമോട്ട് ചെയ്യുന്ന പ്ലേസും കൂടിയാണ് ഹോസ്പിറ്റൽ. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടെ ഡെഫിനിഷൻസ് ആണ് അല്ലെ. ഒരു ഡെഫിനിഷൻ നോക്കിയേ, hospitals are institution providing medical and surgical treatment and nursing care for any ill or injured people. ഡെഫിനിഷൻ ബൈ ഹാർട്ട് ചെയ്യണ്ട. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ വരുന്നത് അല്ലെ. ഡാഷ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ നോക്കിയപ്പോൾ ഹോസ്പിറ്റൽ എന്ന് പഠിച്ചു വയ്ക്കുക. പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് എന്തൊക്കെയാണെന്ന് കൂടി നോക്കി. അവിടെ പ്രൊവൈഡിങ് ഡാഷ് എന്ന് പറഞ്ഞാലോ, അവിടെ ഡാഷ് ഇട്ടാലോ. ഓക്കെ, ഹോസ്പിറ്റൽസ് ആർ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡിങ് ഡാഷ് എന്താ? മെഡിക്കൽ ആൻഡ് സർജിക്കൽ ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ. അങ്ങനെ തരാം. പ്രൊവൈഡിങ് ഡാഷ് for any low injury people. എന്തൊക്കെയാ തരുന്നത്? മെഡിക്കൽ, സർജിക്കൽ ട്രീറ്റ്മെന്റ്, നഴ്സിംഗ് കെയർ. അപ്പൊ ആ ഡെഫിനിഷനിൽ നിന്ന് 2 എണ്ണം നോക്കണം കേട്ടോ. ഡാഷ് ഇട്ട് തരാം, പിന്നെ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത് ആ 3 കാര്യങ്ങൾ കൂടി നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ അടുത്തത് ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് മേക്ക് ദ ഡിസിഷൻ. അത് ആ ഡെഫിനിഷൻ ആയിട്ട് പഠിക്കേണ്ട, അവിടെ ഡാഷ് ഇട്ട് തരും. അത് ഹോസ്പിറ്റൽ ആണെന്ന് മനസ്സിലാക്കി വെക്കാം. പിന്നെ നമ്മൾ എന്താ പറഞ്ഞ? WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എക്സ്പാൻഡഡ് ഫോം പഠിക്കണം. ഇനി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അനുസരിച്ച് ഹോസ്പിറ്റലിന്റെ അവർ പറയുന്നത് എന്താ? ഹോസ്പിറ്റലിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ അല്ലേ. ഇതാണ് പോപ്പുലേഷൻ കംപ്ലീറ്റ് ഹെൽത്ത് കെയർ. ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്ന പ്ലേസ് ആണ്. അതാണ് ഫംഗ്ഷൻ. ഫംഗ്ഷൻ എന്താ? ഹോസ്പിറ്റലിന്റെ ജനങ്ങൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം പ്രദാനം ചെയ്യുന്നു. അതെങ്ങനെ? ബോത്ത് ക്യൂറേറ്റീവ് ആൻഡ് പ്രിവെന്റീവ്. ഇനി നമ്മൾ ഇത് മാത്രമല്ല, പേഷ്യൻസിന് മാത്രമല്ല, ഔട്ട് പേഷ്യന്റ് സർവീസ് കൂടി ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താ ലാസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത്? ലാസ്റ്റ് എന്താ? ട്രെയിനിങ് ഓഫ് ഹെൽത്ത് വർക്കേഴ്സ്, ബയോസോഷ്യൽ റിസർച്ച്. ഇതിന്റെ ട്രെയിനിങ് സെന്റർ കൂടിയാണ് ഹോസ്പിറ്റൽ. ക്ലിയർ അല്ലേ? ഇന്ന് തന്നെ വായിക്കണം കേട്ടോ, ഇത് മറക്കരുത്. ഇന്ന് തന്നെ വായിക്കാം.
നാളത്തേക്ക് വരുന്ന മോക്ക് ടെസ്റ്റ് കൃത്യമായിട്ട് ചെയ്തു നോക്കാം. അടുത്ത ക്ലാസ്സിൽ ഞാൻ ചോദിക്കും കേട്ടോ, മോക്ക് ടെസ്റ്റ് ചെയ്തോ, എങ്ങനെയുണ്ട്, ചെയ്യാൻ പറ്റണ്ടോ എന്നൊക്കെ. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് മാം ഇപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം. ഓക്കെ, താങ്ക് യു കേട്ടോ. ഓക്കെ, ബൈ. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ബാക്കിയൊക്കെ തുടങ്ങാം. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്തയുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്തിട്ടാ കേട്ടോ. വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ആരും പഠിക്കേണ്ട, തീർച്ചയായിട്ടും ചോദിക്കുക. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാം ജോയിൻ ചെയ്യൂ കേട്ടോ. വെയിറ്റ് ചെയ്യേ.